എവിടേക്കാ പോണ്? ഏ എവിടേക്കാ പോണ്? ഇനി മുതൽ സമാധാനത്തിന്റെ നാളും. ശനിയാഴ്ച സെൻട്രൽ ലൈൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബസ്സിലും പിന്നെ ട്യൂബിലും കയറിയിട്ടാണ് വന്നത്. നാട്ടിൽ പോകാനുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് ഉറങ്ങിയിട്ട് പോലും ഇല്ല. പുലർച്ചെയാണ് ഈ ഇറങ്ങുന്നത്. എന്റെ പൊന്നെ എന്തൊരു ഹാപ്പി ആയിരുന്നെന്നറിയോ. ഹാപ്പി ഫേസ്. ഒരു വർഷം മാറി നിന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്കൊരു 4 വർഷത്തെ ഫീലായിരുന്നു. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ട്രെയിൻ പിടിച്ചു ഓഫ് ടു ഹീത്രോ എയർപോർട്ട്. ഞാൻ എന്റെ വേണ്ടപ്പെട്ടവരോട് പോലും പറയാതെ പോകുന്നൊരു യാത്രയാണിത്. കാരണം ഇതൊരു മെഡിക്കൽ എമർജൻസി ആയിരുന്നു. എനിക്ക് 4 to 5 months ആയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ അബ്ഡോമൻ ഭാഗത്ത് നല്ല പെയിൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് ടെസ്റ്റുകളൊക്കെ അവിടുന്ന് ചെയ്തു. അപ്പോൾ ഫൈനലി സ്കാനിങ് പറഞ്ഞു. അപ്പം UK മെഡിക്കൽ സിസ്റ്റം എല്ലാവർക്കും അറിയാലോ, നമ്മുടെ സ്ലോട്ടൊക്കെ കിട്ടുമ്പോഴത്തേക്കും 3 to 5 months ഒക്കെ എടുക്കും. അപ്പോഴത്തേക്കും ഞാൻ ചത്തുവും. കാരണം ഞാൻ എന്റെ പെയിൻ വരുമ്പോൾ പെയിൻ കില്ലേഴ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് എന്റെ ഈ യാത്ര. ഒരുപാട് സ്ലീപ്ലെസ് നൈറ്റ്സും ഒരുപാട് പെയിനൊക്കെ സഹിച്ചിട്ടാണ് അവിടെ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അറ്റ് ദ സ്റ്റേജ് ഓഫ് യാത്ര പറച്ചിൽ. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വരെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണ് ഇറങ്ങിയത്. ഞാൻ UK ചെന്നപ്പോൾ എനിക്ക് UK ഇഷ്ടമല്ലായിരുന്നു. ഫുൾ കമ്പാരിസൺ ആയിരുന്നു. എന്റെ പരാതികൾ പലവിധം, നീണ്ട ലിസ്റ്റ് ആയിരുന്നേ. ഒന്ന് നല്ല ഡ്രസ് ഇട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, 24 hours ജാക്കറ്റ് ഇടണം, ഒരു ബക്കറ്റില്ല കുളിക്കാൻ, ഡെയിലി തല നനയ്ക്കാൻ പറ്റില്ല, ആൻഡ് ഫൈനലി കള്ളന്മാരെ പേടിച്ചൊന്ന് ഫോൺ എടുത്ത് വീഡിയോ പോലും എടുക്കാൻ പറ്റൂലായിരുന്നു. എന്നാ ഇതൊക്കെ പോട്ടെ, തണുപ്പ് കൊണ്ട് ജാക്കറ്റിൽ നിന്ന് കൈ പോലും പുറത്തിടാൻ പറ്റൂല. തൊട്ടതിനും പിടിച്ചതിനും എനിക്ക് പരാതികളായിരുന്നു. എന്തു പറഞ്ഞാലും നാട്ടിലെങ്ങനെ, നാട്ടിലത്, ഇത് അങ്ങനെ പറഞ്ഞു എനിക്ക് UK ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവിടുത്തെ എന്റെ ക്ലോസ് സർക്കിൾ, എന്റെ ഫ്രണ്ട്സ്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ്. പിന്നെ UK എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി, എന്നെ വീഡിയോസ് ചെയ്യാൻ ആൾക്കാർ വിളിച്ചു തുടങ്ങി. അറ്റ് എ പോയിന്റ് ഓഫ് ഞാൻ എന്റെ ഡ്രീം ലൈഫ് ജീവിച്ചു തുടങ്ങി. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഹിം ഹു ഈസ് സപ്പോർട്ടിങ് മീ. ഫുൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതിന്. അങ്ങനെ എന്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. സോ ഫൈനലി ഓഫ് ടു ഇന്ത്യ. ഞാൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നപ്പോ ഫുള്ള് കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാന് ഹിത്രോന്ന് ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ബോർഡിങ്ങും എല്ലാം കഴിഞ്ഞു. മണ്ടത്തരം പറയാൻ ഇനി ആരും ഇല്ലല്ലോ. ഇനി കുറച്ചു ദിവസം ഞങ്ങൾ ആരെ കളിയാക്കും, ഇതൊക്കെയായിരുന്നു ഇവരുടെ ടെൻഷൻ. ഫ്രണ്ട് പറയണേ, ഫിനോ അറ്റ്ലീസ്റ്റ് ഇടയ്ക്കെങ്കിലും ഒരു വോയിസ് എങ്കിലും അയക്കണേന്ന്, എന്നാലല്ലേ അതിന്ന് മണ്ടത്തരം പറഞ്ഞിട്ട് എന്നെ ഊക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികം. കേറി അപ്പൊ തന്നെ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങിപ്പോയി. പിന്നെ ഫുഡ് വന്നു, അപ്പൊ അത് കഴിച്ചു. അപ്പൊ എന്റെ ഉറക്കം അങ്ങോട്ട് പോയി. കണ്ട മൂവി ആണെങ്കിലും വീണ്ടും ഞാൻ വാഴ എടുത്ത് കണ്ടു. അയ്യോ, ലാസ്റ്റ് ആയപ്പോ ഞാൻ കരഞ്ഞു പോയിട്ടോ. അങ്ങനെ 7.5 മണിക്കൂർ ഞാൻ ആ ഫ്ലൈറ്റിൽ ഫുഡ് കഴിച്ചും കിടന്നുറങ്ങിയും മൂവി കണ്ടും തീർത്തു. ഇനിയും ഒരു 7.25 മണിക്കൂർ എനിക്കിവിടെ ലേ ഓവർ ആണ് ഗൈസ്. അങ്ങനെ ഞാനൊന്ന് ഫ്രഷ് ആയി വീട്ടിലേക്കൊക്കെ വിളിച്ച് പിന്നെ ബോർഡിങ്ങും തീർത്തു. ഫുഡ് കഴിക്കാൻ ഫുഡ് കോർട്ടിലേക്ക് പോയി. 2 ദിവസത്തെ ഉറക്കം പെൻഡിങ് ആയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കുവൈറ്റ് എയർപോർട്ട്. കാണാൻ തരക്കേടൊക്കെ ഇല്ലാത്ത എയർപോർട്ട് ആണെങ്കിലും ഒന്ന് ഇരിക്കാൻ ഒരു ലോഞ്ച് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയും കുറച്ച് സീറ്റ് ഉണ്ട് ഇരിക്കാൻ. UK എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഫ്രൈസിന്റെയും ഫ്രൈഡ് ചിക്കന്റെയും ഒക്കെ രാജ്യമാണ്. പക്ഷെ ട്രസ്റ്റ് മീ ഗൈസ്, 5 പൈസക്ക് കൊള്ളൂല അവിടുത്തെ KFC. വിങ്സ് നല്ലതാണെങ്കിലും ചിക്കന് ഭയങ്കര ഉപ്പായതുകൊണ്ട് നമുക്ക് കഴിക്കാനേ പറ്റില്ല. അതിനൊക്കെ ഉണ്ടല്ലോ GCC തന്നെയാണ് ബെസ്റ്റ്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് അവിടെ ഉണ്ടെങ്കിലും ഞാൻ നേരെ KFCയിലേക്കാ പോയത്. കണ്ട എന്റെ ഷോ ഓഫ്. എന്റെ ഫുഡ് വ്ലോഗ് പാർട്ട്നേഴ്സ് ആയതുകൊണ്ടേ ഒറ്റയ്ക്ക് ഞങ്ങളില്ലാതെ കഴിക്കുകയാണേലേ. ആസ് യൂഷ്വൽ കുറച്ച് കഴിച്ച് ബാക്കി ഞാൻ പാക്ക് ചെയ്തു. ഇച്ചിരി എഡിറ്റിംഗ് ഒക്കെ ചെയ്തു. പിന്നെ എന്റെ കണ്ണ് ബൾബായി. പിന്നെ റെസ്റ്റ് എടുത്ത് ഞാൻ ഉറങ്ങാൻ പറ്റാത്തോണ്ട് ഓരോന്ന് ചിന്തിച്ചിരുന്നു. ഇങ്ങനെ എന്റെ 7.5 മണിക്കൂറത്തെ ലേ ഓവറിന് ശേഷം ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പെയിനില്ലേ, അതെനിക്കിത് ഇപ്പൊ വന്ന്. അയ്യോ, ഞാൻ എങ്ങനെ അവിടുന്ന് അങ്ങോട്ട് നടന്നേന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയും പെയിനായിരുന്നു. അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള യാത്രയിലാണ്. UK ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോ സൺഡേ മോർണിംഗ് 8 മണി. കുവൈറ്റിൽ ഞാൻ ഇറങ്ങിയപ്പോ അവിടെ രാത്രി 7:20. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള സമയമൊക്കെ അവിടെ പോയി. ശരി, അതവിടെ ഇരിക്കട്ടെ. ലേ ഓവറും കഴിഞ്ഞ് 2:15 അർദ്ധരാത്രി കയറിയിട്ട് മോർണിംഗ് 7 മണിക്ക് ഇറങ്ങി. സംഭവം എന്താന്ന് വെച്ചാൽ UK ടൈം പുറകോട്ടായതുകൊണ്ടേ അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. പക്ഷേ തിരിച്ചു വരുമ്പോ തിരിച്ചു പിടിക്കാം. ഈ സീനറി ഉണ്ടല്ലോ എന്ത് അടിപൊളിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ആ ലാൻഡ് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ.
ഞാൻ ചത്തു ഗൈസ്, ഓൾമോസ്റ്റ് ചത്തു. വയ്യാതെ വരികയാണെങ്കിലും ആ കൊച്ചിൻ ഇന്റർനാഷണലിന് കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്റെ പൊന്നി. ഞാൻ വരുന്ന കാര്യം എന്റെ ഉമ്മാടെ ഉമ്മാക്കും ഉമ്മാടെ അനിയത്തിക്കും അറിയണ്ടായില്ല. നേരെ ചെന്നത് അവർക്ക് സർപ്രൈസ് കൊടുക്കാനാ. പക്ഷെ എനിക്ക് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. സ്റ്റിൽ അവര് ഭയങ്കര സർപ്രൈസ്ഡ് ആയി. കിള്ളി പോയ പോലെ അവര് നിന്നിരുന്നത്. ബട്ട് ഐ എം ഹാപ്പി ദാറ്റ് ദേ ആർ എക്സൈറ്റഡ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാട്ടോ. അപ്പൊ ബൈ ഫ്രം യു കെ പാത്തു.